അപ്പം ഗായ്സ് ഒരു സാറ്റിസ്ഫൈങ് എപ്പിസോഡായിട്ടാണ് ഇരുന്നിരിക്കുന്നത്. സ്കെലിറ്റൻസിനെ കൊല്ലുന്ന എല്ലാവർക്കും വളരെ സ്കെലിറ്റനൊക്കെ എങ്ങനെയും കൊല്ലണം തോന്നുന്നുള്ളൂ. ക്രിയേറ്റീവ് കയറും എനിക്കൊരു ആശ്വാസത്തിനാണ് പറഞ്ഞിരുന്നൊരു വഴിയാണ്. ആശ്വാസത്തിന് പറഞ്ഞിരുന്നൊരു വഴിയാണ്. 2 സ്റ്റാക്കോളം എഗ്ഗ് എടുക്കുക. എന്നിട്ട് നമ്മുടെ ഡിസ്പെൻസറിനകത്തോട്ട് ഇട്ടിട്ട് കുറേ പ്രാവശ്യം നിൽക്കുക. ഇവിടെ സ്കെലിറ്റനൊക്കെ മച്ചാനൊക്കെ വരുന്നുണ്ടോ കള്ള ഇവനൊക്കെ അങ്ങ് കുറേ അങ്ങ് ഇവിടെ കുറേ അങ്ങ് നിറക്കി. ഇപ്പം എത്ര ഇട്ട് കൊടുത്തെന്ന് ഇപ്പം അറിയാം. ഇച്ചിരി ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നമുക്ക് ആവശ്യത്തിലേറെ മൊത്തത്തിൽ എത്ര സ്പേസ് നമുക്ക് വിട്ടുകൊടുക്കണ്ടേ. നമുക്ക് നൈസിന് ഇവിടെ വന്നുകൊണ്ട് കുറേ സ്കെലിറ്റനെ ആയിരുന്നില്ല. പ്രത്യേകിച്ച് അവർ റെഡിയല്ലേ. ഇവന്മാരെല്ലാം പൂക്കിട്ടിടും. ഇവന്മാരെല്ലാം തട്ടാൻ പോവാ. മൂട്ടിലിട്ട് പൊട്ടിക്കുന്നു. ചാവ് ഇങ്ങനെ വാ അതിനകത്ത് എന്ത് ഇട്ടേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം ഗൈസ്. നല്ല തീയുണ്ടാണ് ഈ ഫയർ ചാർജ് മാതിരി ഐറ്റം. പിന്നെ റെഡ് കളർ പവർഫുൾ റോക്കറ്റ്സ് ആണ്. ഇതിട്ടാ കുത്തിയിടും. ഒടുക്കത്തെ പവറാണ് ഈ റോക്കറ്റിന്. നമുക്കിനകത്ത് കയറുന്നൊന്ന് സർവൈവലായി നോക്കാം. ആവശ്യത്തിലേറെ ബോണും കിട്ടിയിട്ടുണ്ട്. കേസ് അന്നേരം നമുക്ക് കുറച്ച് ആർമർ ഇടാം. നമുക്ക് സർവൈവലാവാം. ഫസ്റ്റ് നമ്മൾ ഇടുന്നത് നെതറൈറ്റ് ആർമേഴ്സ് ആണ്. ചെസ്റ്റ് പ്ലേറ്റും നെതറൈറ്റ് പാൻറ്റും നെതറൈറ്റ് ബൂട്ടുമാണ്. ഇത്രയും കാര്യങ്ങൾ ഇട്ടിട്ട് ഒരു ഒരു ഷീൽഡും കൂടെ പിടിക്കാൻ. പിന്നെ നമ്മളിനകത്ത് നമ്മളെ തന്നെ അടിക്കാറുണ്ട്. നമുക്ക് അടിക്കണമെങ്കിൽ തന്നെ കൂടിയ ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. നമ്മളടിക്കാൻ തന്നെ നമ്മളിതൊക്കെ താങ്ങുമോ? അങ്ങനെയാണ് എംജെന്നും ചെയ്യുന്നില്ല. സ്റ്റാർട്ട് എടുത്തിടുക. വേറെ കുറേ റോക്കറ്റാണ് ഈ സാമി തന്നെ ഞാൻ എടുക്കുന്ന മോനെ. ഇതെന്തുവാണെന്ന് എനിക്കറിയില്ല ഗൈസ്. ഇതെന്താണ് ഗൈസ്? ഇത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഗൈസ്. ഇത് അത്യാവശ്യം പൊളി സാധനമാണെന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ ഇട്ടൊന്ന് ടെസ്റ്റ് ചെയ്യാൻ നോക്കാം ഗൈസ്. ഇതൊന്ന് ഇട്ട് നോക്കാം. ഒന്ന് വെട്ടിച്ച് നോക്കാം. ഈ കേസ് ഇതിങ്ങനെ എടുത്തോളൂ. ഈ കേസ് ഷൂട്ടും ചെയ്തില്ലേ കേസ്? ഇതിപ്പോൾ ഇത് വെച്ച് എന്താണ് ഈ ചെയ്യുന്നത്? ഇത് വെച്ച് എന്തോ ഒരു കളിയുണ്ട്. ഇത് അമ്പി അങ്ങനെ വിടുകയാണെങ്കിൽ നമുക്ക് അമ്പി വെച്ച് ഇട്ട് നോക്കിയാലേ. ഒരു ക്രോസ് ബോ എടുക്കാം കേസ്. ക്രോസ് ബോ ഇട്ട് വിടാൻ നോക്കാം. പിന്നെ ഇതെടുത്ത് ഇങ്ങോട്ടിട്ട് ഇതെടുത്ത് അങ്ങോട്ടിടാം. അങ്ങോട്ടിടാൻ പറ്റത്തില്ലേ? അപ്പോൾ പിന്നെ ഇതെന്തോത്തിനാണ് കേസ് യൂസ് ചെയ്യുന്നത്? ഓ ഗൈസ്, ഇതെന്താണ് കേസ്? ഫയർ വർക്ക് സ്റ്റാർ സ്മാൾ ബാൾ. സ്മാൾ ആണെങ്കിൽ നമുക്ക് ലാർജ് ബാൾ ഇട്ട് കഴിഞ്ഞാൽ പൊട്ടു. എന്താണ് ഇത് പൊട്ടാത്ത? ഇത് വെച്ച് ഇത് ലൈറ്റർ വെച്ച് ഇനി കത്തിക്കണോ ഗൈസ്? ഇത് കത്തിച്ചു വേണോ? എന്താണ് ഈ സുബോയകം? ഉപയോഗമൊന്നും ഇല്ലെന്നായി സോനെ. എന്തേലും ഗൈസ് ഒന്നും എനിക്കറിയാം. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. രാത്രി എന്നെയാണ് കേസിനകത്തോട്ട് തട്ടാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് നമ്മൾ തന്നെ എടുക്കച്ച ഐറ്റംസാണ് എടുക്കുന്നത്. അതിന് വേണ്ടി കുറച്ച് റോക്കറ്റ് റെഡ് മിസൈലുകളാണ് എടുക്കുന്നത്. റെഡ് മിസൈൽ ഇനി നൈസിന് തട്ടമുള്ള
ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ ഇതിനകത്ത് തന്നെ ഉണ്ട്. ഇപ്പം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 6 ഇതും കൂടെ ഉണ്ട്. ഇത് ഇത്ര മതിയാവും. എന്തായിരിക്കും ഗൈസ് സംഭവിക്കാൻ പോകുന്നത് ഇപ്പം കാണാൻ ഗൈസ്. നമുക്ക് നൈസിനങ്ങ് സർവൈവൽ ആവണം. ഓടിക്കയറല്ലെങ്കിൽ സോംബി എല്ലാം നമ്മളെ തന്നെ തട്ടും. ഈ മൂഡ് ഹാർഡാണ് ഗൈസ്. ഓക്കെ നമുക്ക് നൈസിനെ റെഡ് സ്റ്റോർ ഇട്ടങ്ങ് പോകാം. നമ്മൾ ചാവാൻ സാധ്യത വളരെ കൂടുതലാണ് ഗൈസ്. വേണ്ട നമ്മളെ കൊല്ലല്ലേ. വേണ്ട ഗൈസ്. ഗ്ലാസ് ഇടൂ നമ്മൾ ചാവും. വേണ്ട ഗ്ലാസ് ഇട്. ചത്ത് സെറ്റ് ഗൈസ്. നമ്മൾ ചത്ത് ഗൈസ്. നമ്മളെ ഗ്ലാസ് ഓഫ് ചെയ്യാൻ മറന്നുപോയി ഗൈസ്. ക്രിയേറ്റീവ് കയറി നമ്മളെന്താണ് ഗൈസ് എന്തൊരു ഇജാതി ആയിട്ടാണ് ഗൈസ്. ഇതിനകത്ത് വാർഡനായിട്ട് പൊട്ടിച്ചാലേ ഗൈസ് നല്ല ഡാമേജ് വാർഡനും കയറുന്നു തോന്നുന്നു. ഞാൻ ഇത്ര സാധനം കിട്ടിട്ട് എനിക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. ഇവിടെ നിന്നൊക്കെ പട്ട പൊട്ടാണ്. ഞാൻ നിൽക്കണവളെ ഇനിയും നിർത്താൻ വേണ്ടിയല്ലേ ഞാൻ ഇത്ര കഷ്ടപ്പെട്ടെ. അപ്പം ഞാൻ അയ്യോ ഗൈസ് നമ്മൾ ചത്ത് എന്തെല്ലാം സാധനങ്ങൾ നമ്മളെ കിടക്കണേ. നമ്മളെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്കാണ് ഗൈസ് ഒന്ന് കയറും. നമ്മുടെ എവിടെയാണ് ഗൈസ് ഗ്ലാസ് വയ്ക്കണൊക്കെ നമുക്ക് ആർമെടുത്ത് പെട്ടെന്നിടാം. ഒരു പാൻ്റ് എടുത്ത് ഇടാം. ഒരു ഹെൽമെറ്റും എടുത്ത് ഇടാം. ഫുൾ ആർമർ റെഡിയാണ്. ഒരു ഷീൽഡും കൂടെ കയ്യിൽ പിടിച്ചേക്കാം. റെഡ് സ്റ്റോൺ കളിച്ചത് ഇപ്പം അതിനകത്ത് കാണുമോ നമ്മൾ ഉണ്ടാക്കി കാണുമെന്നൊന്നും അറിയത്തില്ല. ബുള്ളറ്റ്സ് ഉണ്ടോ നോക്കാം. അത്യാവശ്യത്തുള്ള ബുള്ളറ്റ്സ് ഇല്ല. ക്രിയേറ്റീവ് കയറാം. റോക്കറ്റ് എടുക്കാം. റെഡ് കളർ മാക്സിമം എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മളിതിനകത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ തീർന്നു. അത്രത്തോളം പവർഫുൾ റോക്കറ്റ്സ് ആണ് യൂസ് ചെയ്തത്. അപ്പോൾ ഗൈസ് ഞാൻ എന്തായാലും വെക്കാൻ പോണേ ഗൈസ്. ഇതിനാണ് ഗൈസ് ഇങ്ങോട്ട് വരുന്നത്. ചാവനാണോ മാറിയിരുന്നു വെട്ടുവേ. സെറ്റിങ്സ് ആവാം. ഇതിന് സർവൈവായിട്ട് അതോട്ട് കയറാം ഗൈസ്. ഗ്ലാസ് ബ്ലോക്ക് ഇല്ലേ ഗൈസ്.